പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ആത്മപരിശോധന ചെയ്യാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. ഈ വചനം വളരെ വ്യക്തമായി നമ്മെ ആത്മപരിശോധന ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. അതായത്, നിയമം മുഴുവൻ അനുസരിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളുണ്ട്, എന്നാൽ ഒന്നിൽ മാത്രം വീഴ്ച വരുത്തിയവർ. ഇന്ന് 10 കൽപ്പനകളും പാലിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. തിരുസഭയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. അത് പാലിക്കണം, പാലിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് അതേപ്പറ്റിയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ യേശുക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും പരമപ്രധാനമായ ഒരു കൽപ്പനയെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ കുറവാണ്. യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഒരേ ഒരു കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള സ്നേഹത്തിൻ്റെ കൽപ്പന. ഇതാണെന്ന് മനുഷ്യൻ ആത്മപരിശോധന ചെയ്യാത്തതും ധ്യാനിക്കാത്തതും. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യാക്കോബ് ശ്ലീഹായിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്: ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. അനേകം നിയമങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. 10 കൽപ്പനയെ യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ വീണ്ടും അത് ഓരോ കൽപ്പനയും 600 ഉപകൽപ്പനകളായി, അതിൽ നിന്ന് വീണ്ടും ഉപകൽപ്പനകളായി ഇങ്ങനെ തരംതിരിച്ച് കൊണ്ടുനടക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി കർത്താവ് ഈശോ മിശിഹ പറഞ്ഞു: ഇതാ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന സ്നേഹത്തിൻ്റെ കൽപ്പന. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. ഈ കൽപ്പന എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപക്ഷെ ഞാൻ 1-ാം പ്രമാണം പാലിക്കുന്നുണ്ടാകാം. മന്ത്രവാദത്തിനോ അന്യദൈവ ആരാധനയ്ക്കോ പൈശാചിക പൂജകൾക്കോ ആഭിചാര പ്രവൃത്തികൾക്കോ വിഗ്രഹാരാധനയ്ക്കോ ഇതൊന്നും ഞാൻ പോകുന്നില്ലായിരിക്കാം. പക്ഷെ ഞാൻ പോകുന്നില്ലെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഗ്രഹമുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യൻ്റെയും ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തിന് അതറിയാൻ പറ്റും. എല്ലാവരുടെയും ഹൃദയത്തിൽ ഓരോ വിഗ്രഹങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വിഗ്രഹം. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ ദൈവത്തേക്കാൾ കൂടുതൽ സ്ഥാനം എന്തിനു കൽപ്പിച്ചുകൊണ്ട് നടക്കുന്നു, അത് അവൻ്റെ വിഗ്രഹമാണ്. മക്കളാകാം, പണമാകാം, സമ്പത്താകാം, സൗന്ദര്യമാകാം, കഴിവാകാം, ജോലിയാകാം, സൗന്ദര്യമാകാം, ഇങ്ങനെ പലതുമാകാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും ആകാം. ഏതിനെയാണ് ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ താലോലിക്കുന്നത്, അതെൻ്റെ വിഗ്രഹമായി മാറ്റപ്പെടും. അതുപോലെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ടൊക്കെ ആചരിക്കും. ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളിലുമൊക്കെ മുഴുവൻ കുർബാനയിലൊക്കെ പങ്കുകൊണ്ട് തിരുസഭയുടെ കൽപ്പനയും പാലിക്കും. ഇതൊക്കെ ചെയ്യും. മോഷ്ടിക്കാൻ പോകത്തില്ല, വ്യഭിചരിക്കാൻ പോകുന്നില്ല. പക്ഷെ മോഷ്ടിക്കാനും വ്യഭിചരിക്കാനും പോകാത്ത പല വ്യക്തികളും ചിലപ്പോൾ ഒരുപക്ഷെ അവർ ബ്ലൂ ഫിലിംസൊക്കെ കണ്ടായിരിക്കും ആസ്വദിക്കുന്നത്. അതുപോലെ തന്നെ അന്യൻ്റെ ഭാര്യയെ മോഹിക്കാനോ അല്ലെങ്കിൽ അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കാനോ മറ്റുള്ള സാധനങ്ങളൊക്കെ സ്വന്തമാക്കാൻ ഇതൊക്കെ പാലിക്കുന്നു. എല്ലാ കൽപ്പനയും 10 കൽപ്പനയും പാലിക്കുന്നു. എന്നാൽ ഒരു കൽപ്പന മാത്രം പാലിക്കത്തില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന സ്നേഹത്തിൻ്റെ കൽപ്പനയെ തള്ളിക്കളയുന്നു. പ്രിയ സഹോദരങ്ങൾ, നമ്മളിവിടെയാണ് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യേണ്ടത്. ആ ഒരു കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പാലിക്കാതെ വന്നു കഴിയുമ്പോൾ എല്ലാ കൽപ്പനകളും നമ്മൾ പാലിക്കാത്തവരായി മാറ്റപ്പെട്ടു. എന്ന് പറഞ്ഞാൽ, നല്ല ഒന്നാന്തരം പഞ്ചസാര കൊണ്ടൊരു പായസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ പഞ്ചസാര പായസത്തിനകത്തേക്ക് 10 ലിറ്ററോ അല്ലെങ്കിൽ 25 ലിറ്ററോ 50 ലിറ്ററോ അല്ലെങ്കിൽ കൊള്ളുന്ന പായസം ഉണ്ടാക്കി അതിനകത്തേക്ക് 1 സ്പൂൺ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പായസത്തിൻ്റെ പരിപാടി തീർന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാം പാലിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് മാത്രം പാലിക്കാതിരിക്കുമ്പോൾ സകലത്തിലും ആ വ്യക്തി വീഴ്ച വരുത്തുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണം. പുണ്യപൂർണതയെ തടസ്സപ്പെടുത്തുന്നു ഈ മേഖലകളെല്ലാം. പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഗൗരവമായിട്ട് നമ്മൾ എടുക്കുന്നുമില്ല.
ചില തിന്മകളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു, അത് മാത്രം ഏറ്റുപറയുന്നു, കുമ്പസാരിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള ഒരു തിന്മകളെ കൊണ്ടും ആ തിന്മകളെ ഒന്ന് ഉപേക്ഷിക്കുവാനോ നന്മ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനോ നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നതും മറ്റൊരു സത്യമാണ്. അപ്പോൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആത്മപരിശോധന ചെയ്യണം. മാർപ്പാപ്പ മുതൽ ഏറ്റവും താഴെയുള്ള വ്യക്തികൾ വരെ എല്ലാവർക്കും കൂടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. തിരുസഭയിലെ ഓരോ മക്കൾക്കും കൂടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിള്. അതിപ്പം ഈ നമ്മുടെ സഭയിലുള്ള ആത്മായർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതല്ല എങ്കിൽ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമല്ല, തിരുസഭയുടെ പ്രബോധന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളൊക്കെ ഇതൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ വചനമൊക്കെ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. എല്ലാം അനുസരിക്കാൻ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കും, പക്ഷേ അവരനുസരിക്കത്തില്ല. നിങ്ങൾ ഇന്ന തരത്തിലൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും, പക്ഷേ ഈ പറയുന്ന വ്യക്തികൾ പലപ്പോഴും ഇതൊന്നും പ്രാവർത്തികമാക്കാറില്ല. ഇന്ന് പലപ്പോഴും പല ധ്യാനഗുരുക്കന്മാരും അങ്ങനെ തന്നെയാണ്. പ്രസംഗമൊക്കെ നല്ല പ്രസംഗമാണ്, പക്ഷേ കർത്താവ് ഈശോമിശിഹായെ പഠിപ്പിച്ച് ഈ ഒരു കൽപ്പന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന യേശുക്രിസ്തു കൊടുത്ത കൽപ്പന മാത്രം ജീവിതത്തിൽ പ്രാവർത്തിക്കുന്നവർ വളരെ കുറവാണ്. നമുക്ക് കർത്താവിൻ്റെ തിരുമുമ്പിൽ ആത്മപരിശോധന ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നുവെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ കൽപ്പനകൾ അതിൻ്റെ പൂർണ്ണതയിൽ പാലിക്കുവാൻ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും മഹത്തായ സ്നേഹത്തിൻ്റെ കൽപ്പന ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുവാൻ, സ്നേഹം തന്നെയാകുന്ന അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.